എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനെന്നുള്ളത് നമ്മുടെ അമ്മയുടെ വീട്ടിലാണ്. നമ്മുടെ വീട് പാലക്കാടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾ എൻ്റെ ബാക്ക് സൈഡൊക്കെ ഫുള്ളായി കണ്ടാൽ തന്നെ മനസ്സിലാകും. ഒരു പാടവും നമ്മുടെ റോഡിൻ്റെ നേരുള്ളത് പാടം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇന്ന് യാത്ര ഞാൻ ചെയ്തെത്തിയത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ അതന്നെ ഒരു രസമല്ലേ, പാലക്കാടൻ ഗ്രാമ ഭംഗിയും വയലുകളും. അപ്പോൾ ഇന്ന് മൊത്തം നമുക്ക് അത് കാണാം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, എന്നാലും എൻ്റെ പരമാവധി നമുക്കിന്ന് അത് കാണാം. അപ്പോൾ ഓക്കെ, വീഡിയോ എടുക്കുക. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ. തൊട്ട് പിന്നാലെ തന്നെ കണ്ടോ, ഫുൾ പാടങ്ങൾ. ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് നമുക്ക് കാണാം റോഡ് പോകുന്നത്. അത്രയ്ക്കൊരു ഗ്രാമത്തിൻ്റെ എന്താ പറയുക, ഇപ്പോൾ രാവിലെ ആയ കാരണം കേട്ടോ, കുറച്ച് വെയിലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ണിങ്ങനെ അടയ്ക്കുന്നത്. അത്രയ്ക്ക് രസമാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഈ പാടത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങാം കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. ഒന്ന് പാടത്തു കൂടെയൊക്കെ ഒന്ന് നടന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് കേട്ടോ സംഭവം. റോഡിൻ്റെ രണ്ട് സൈഡുമായിട്ട് പാടങ്ങളാണ്. ഇപ്പോൾ മൊത്തം നമ്മുടെ ട്രാക്ടർ കൊണ്ട് പൂട്ടി കിടക്കുകയാണ് പാടങ്ങൾ. അതുകൊണ്ടാണ് പാടം ഇങ്ങനെ. കുറേ രാവിലെ മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ കൊറ്റികളും വേറെ തരം ദേശാടന പക്ഷികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം, ഒരു ഇതിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന്. അപ്പോൾ ഇതാണ് ഇവിടെ വഴിയിലല്ലോ, നമ്മൾ കുടുങ്ങി. നമുക്ക് അടുത്ത വഴിയിലൂടെ പോകാം കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ഓട്ടോറിക്ഷയൊക്കെ വരുന്നുണ്ട് ഇത് കൂടെ. ഇല്ല, ഇതിനുള്ളിലോട്ട് വരില്ല. ഇവിടെ ചെറിയ റോഡ് പണിയും കൂടി നടക്കുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക ദൂരമൊന്നും വരില്ല. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഇവിടുത്തെ എന്തൊക്കെയാണ് ഭംഗികളെന്നൊക്കെ. ഇവിടെ നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് പാടത്തിൻ്റെ വരമ്പിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ചളിയാണ്. ഈ കേൾക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ മയിലിൻ്റെ സൗണ്ട് കേട്ടോ. ഇവിടെയാണ് ഫുള്ളായിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് ഇത് അവിടെ കേട്ടോ. തൊട്ടത് ഇപ്പുറത്ത് കുറേ കൊറ്റികളും. പിന്നെ മോർണിംഗ് ടൈം ആയ കാരണമാണ് ഞാൻ ഇറങ്ങിയത്. കാരണം ഉച്ച ടൈമിന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് വെയിലായിരിക്കും, നല്ല ചൂടായിരിക്കും. നമുക്ക് അവിടെ ഒരു ട്രാക്ടർ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടേക്ക് പോവാം. ഇത് പോകുന്ന വഴിയൊക്കെ ഭയങ്കര അതിഗംഭീരമായ വഴികളാണ്. നമ്മുടെ ഇടയ്ക്കൊക്കെ ഒരു പാടത്തുനിന്ന് മറ്റേ ഇടയ്ക്ക് വെള്ളം മാറ്റുന്ന കേട്ടോ. ഈ വെള്ളച്ചാട്ടം പോലെയൊക്കെ നമുക്ക് തോന്നും. എന്നാലും ഓക്കെ, നമുക്ക് യാത്ര തുടങ്ങാം. അമ്മോ, അവിടെ എന്താണ് ഉള്ളതൊന്നും മനസ്സിലാവില്ല. മൊത്തം മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു വേദനയും. കാരണം ഇവിടുന്ന് ഞാൻ സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്ത് അഥവാ വല്ല ലൂസായിട്ട് താഴെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. നമുക്കിങ്ങനെയും കണ്ടാൽ പോരെ സ്ഥലങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ. കുറ്റികളാട്ടോ, ഫുള്ള് കുറ്റിയാണ്. കാരണം ഇത് പാടം ഇത് ഉഴുതപ്പോഴേ കുറേ മീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഈ കുറ്റികളൊക്കെ വന്നിട്ടുള്ളത്. ഫുള്ള് കുറ്റികളാണ്. കുറ്റികളുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ ഏതൊക്കെ ദേശാടന പക്ഷികളൊക്കെ ഉണ്ട്. ആ സൈഡിലൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ട്രാക്ടറിന് എത്തി പോവാം. നെൽക്കതിരുകളൊക്കെ ഉണ്ടോ, ഇരിക്കുന്നുണ്ടോ? നെൽക്കതിരുകളൊക്കെ ഉണ്ടേ. മോർണിംഗ് ടൈം ആ വെയിലത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോവാം. ഈശ്വര, അത് വലിയൊരു ടാസ്ക്കാണോ? അല്ല, ടാസ്ക് അല്ല. എല്ലാം പോയി പൊളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഇവിടെയൊക്കെ നെല്ല് ഇതായിരിക്കുന്നുണ്ടോ. ഇപ്പുറത്തെ സൈഡിൽ അവർ ഉഴുത് മറിച്ചിട്ടിരിക്കുകയാണ്. നല്ല യാത്രക്കാണിപ്പോൾ. ഇതായി നിൽക്കുന്നു ട്രാക്ടർ. ഇന്നത്തേക്ക് തോന്നുന്നു ഇവിടെ ഫുള്ളായിട്ട് ഉഴുത് മറിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇവിടെ ഇട്ട് പോയിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ കാളിയും പോത്തും ഇതൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ ഇതാ മെഷീൻ കുറേയൊക്കെ ഉപകാരമാണിത്. ഇതാ അടിപൊളിയായിട്ട് പൂട്ടണ സംഭവമൊക്കെ അവിടെ റെഡിയാണ്. ഇന്ന് മൊത്തമായിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാം പൂട്ടാനുള്ള തയ്യാറെടുപ്പാണ്. പക്ഷേ കുറേയൊക്കെ ഞാൻ പണ്ടൊക്കെ വന്നപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മുടെ പാടത്തിൻ്റെ ഈ നെല്ലിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനോട് ഇൻട്രസ്റ്റും ആളുകൾക്കൊക്കെ പോയിരിക്കുന്നു. കാരണം കൃഷിയാണ്, നോക്കണം. പിന്നെ അത്രയ്ക്കധികം നമ്മളെന്താ പറയുക, വിലകളൊന്നും കിട്ടുന്നില്ലല്ലോ. അതിൻ്റെ കാരണത്താലൊക്കെ ആയിരിക്കാം. പിന്നെ കൃഷിയോട് ആർക്കും അധികം
ഇൻട്രസ്റ്റ് കുറഞ്ഞ് വരികയല്ലേ, അതും ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ വന്നത് ഇവിടെ കേട്ടോ, നമ്മൾ ആ റോട്ടിൽ നിന്നാണ്, അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ദൂരം ഞാൻ നടന്നിരിക്കുന്നു. ഫുള്ള് പാടാണ്. അവിടെ ഒരു ചെറിയൊരു വെള്ളം, ഒരു തോടൊക്കെ ഉണ്ട് ആ സൈഡ്. നമുക്ക് അവിടേക്കും പോവാം. വെള്ളച്ചാട്ടം കണ്ട് നിങ്ങൾ മടുക്കും കേട്ടോ. കാണിച്ചുതരാം. അമ്മേ, ഫുള്ള് ചളിയാണ്. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടി തയ്യാറെടുപ്പിലാട്ടോ. കുറച്ച് നേരെ ഒരു ചെറിയൊരു മെസ്സേജ് വന്നാണ് ഫോണിൽ. നേരെ ഒരു ചെറിയ സംഭവം, ഒരു തോട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം മഴ പെയ്ത കാരണം കുറച്ച് അധികം വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഈ തോട് മൊത്തം വെള്ളമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. കൂടാതെ നമ്മുടെ മലമ്പുഴയില്ലേ, മലമ്പുഴ ഡാം, അതിൻ്റെ കൈവരികളാണ് ഇതെല്ലാം. കണ്ടോ, ഈ കാണുന്ന നമ്മുടെ തോട് ഇതിങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകും. ഇതിങ്ങനെ അറ്റം വരണ്ടേ, ഈ കാണുന്ന മൊത്തം അറ്റം വരണ്ടേ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇത് എങ്ങനെയാണ്, നമുക്ക് അവിടേക്കൊന്ന് പോവാം. സ്റ്റാർട്ടിങ്ങിൽ നല്ല പട്ടിയോ കുറുക്കന്മാരോ എന്തുണ്ടെന്ന് അറിയില്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ ടാസ്ക് യാത്രയാണ്. താന്ന് പോവാം, നോക്കട്ടെ എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതൊരു വൈബ് സ്ഥലം കേട്ടോ. കൈതയൊക്കെയാണ് നിൽക്കുന്നത്. നല്ല മുള്ളുണ്ടാവും. നല്ല വെള്ളം, നല്ല വെള്ളമല്ല എന്നാലും നല്ല വെള്ളം. അങ്ങോട്ട് പോകാൻ ചെറിയൊരു ധൈര്യക്കുറവുണ്ട്, കാരണം കൈത പൂക്കുന്ന ടൈമിൽ അറിയാമല്ലോ, പാമ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നോക്കാം. താന്നു പോയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അമ്മേ, ഇതൊക്കെ ഉണ്ടാ അടിപൊളി കണ്ട. ഇതിലൂടെ എങ്ങനെയാണ് ഈശോ കയറി പോവുക? ഓക്കെ. അമ്മമ്മോ, ഞാൻ ചെരുപ്പിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ അറിയാമോ, ചളി. അവിടെ ഒരു മലയുണ്ട് ആ സൈഡ്, ലാസ്റ്റായിട്ട്. പക്ഷെ അവിടേക്ക് പോവുക പറയുമ്പോഴേ കുറച്ച് പണിയാണിപ്പോൾ. പിന്നെ രാവിലെ നേരമാണ്, വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചാലും ആരും കേൾക്കാറുണ്ടാവില്ല. ഇതാട്ടോ നമ്മൾ എത്തിയ സ്ഥലം. തൊട്ട് ബാക്കിൽ ഇതാ ചെറിയൊരു തോട് കണ്ടില്ലേ. ഇത് അവിടെ നിന്ന് മൊത്തമായിട്ട് ഫുള്ളായിട്ട് സ്റ്റാർട്ടിങ് ആണ്. ഇപ്പത്തിന് വീടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു പോവാം, കാരണം നല്ല രാവിലെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, വല്ല പ്രശ്നം വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ, പ്രശ്നങ്ങളൊന്നുമല്ല, ജസ്റ്റ് വല്ല പാമ്പോ അല്ലാതെ എന്താ പറയുക നായ്ക്കളോ വല്ലതൊക്കെ വന്ന് ഓടാൻ പോലും പറ്റില്ല. ചേറിലേ കാലൊക്കെ താന്നു. പിന്നെ നമ്മൾ ചെരുപ്പ് അങ്ങനത്തെ ചെരുപ്പൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരു രസമാണ് കേട്ടോ. രാവിലെ എണീച്ചിട്ട് അടിപൊളിയായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇത് കൂടെയൊക്കെ ഒരു യാത്ര നല്ല രസമാണ്. നമുക്കിനി ഈ വഴി പോവാം. നിങ്ങളെ കരച്ചിൽ കേൾക്കുന്നില്ലേ? മയിലിൻ്റെ കരച്ചിലാണ്. ഭാഗ്യമുണ്ടെങ്കിൽ മയിലിനെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. കാണാത്തരവായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കാണിച്ചു തരാം. ഇപ്പോൾ റോഡൊക്കെ ഏതാണ്? ഈ വഴി തന്നെ. കാരണം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായിരിക്കുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ച കാരണം കൊണ്ടാണ് ഞാൻ ധൃതിയിൽ തിരിച്ചു പോകുന്നത്. നോക്കാം ഈ വല്ലതും നമുക്ക് ഈ വഴിയിൽ അധികമൊന്നും ഇപ്പോൾ കാണണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ എന്താ ഈ ഭംഗിയാണ്. ഇതാണ് ശരിക്കും നമ്മുടെ എന്താ പറയുക, പാലക്കാടൻ ഭംഗി എന്ന് പറയുമ്പോൾ തന്നെയല്ലേ. നമ്മുടെ കൊല്ലങ്കോടും എല്ലാവരും ഈ സംഭവങ്ങളാണ്. പാടം, മലകൾ, വെള്ളച്ചാട്ടങ്ങൾ. സത്യം പറഞ്ഞാൽ പ്രകൃതി അതാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ളത്. ഓണത്തിനൊക്കെ ഇവിടെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ നമ്മൾ വൈകുന്നേരം എത്തിയത്, അപ്പം മഴയത്ത് എടുത്തില്ല ഫോട്ടോസൊന്നും. കുറച്ച് താഴത്തു കൂടെയൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ താഴെ പോകും ഞാൻ, അതുകൊണ്ടാട്ടോ. എന്തായാലും നിങ്ങൾ ബോറടിക്കൊന്നും വേണ്ട. നമുക്ക് നെക്സ്റ്റ് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കൊല്ലങ്കോടിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ വരുന്നുണ്ട്. കാരണം പാലക്കാട് ഞങ്ങൾ പരമാവധി എക്സ്പ്ലോർ ചെയ്യാനായിട്ടോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ വരും പാലക്കാടിൻ്റെ ഫുള്ളായിട്ടുള്ള എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ വീട്ടിലൊരു കുളമൊക്കെ ഉണ്ട്. കുളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും
അത് നേരെ ഇത് ചെയ്യുന്നില്ല. കാരണം വീട്ടിലധികം ആരും ഇല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളം ഫുള്ള് ചളിക്കുളമായിരിക്കുന്നു. നമുക്ക് ആ വഴി ഒന്ന് പോകാം. അവിടെ കൊച്ചികളൊക്കെ ഉണ്ട്. കൊച്ചികളൊക്കെ കണ്ടിട്ട് നമുക്ക് പരമാവധി ഇതാവാം. നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിലെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം ഈ വയലും ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. അവിടെ കുറേ ചേട്ടന്മാരൊക്കെ നോക്കുന്നു, ഇവൻ എന്തൊക്കെ പിടിച്ച് നടക്കുന്നു ഇവിടെ. അല്ലെങ്കിൽ മയിലൊക്കെ ഇവിടെ അടുത്തു കൂടെ ഒക്കെ പോകുന്നതാ. ഇപ്പോൾ ഒറ്റ ഒന്നും അടുത്തേക്ക് വരുന്നില്ല. അതങ്ങനെ നമ്മൾ ഓരോ ആവശ്യത്തിന് നോക്കുമ്പോഴേ ആരെയും കിട്ടില്ല. അങ്ങ് ദൂരെ കാണുന്നില്ലേ, അതൊന്നും മലയല്ല കേട്ടോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാടാണ്. കുറേ മരങ്ങളൊക്കെ പൊങ്ങി നിൽക്കുകയാണ്. മലകളൊന്ന് ഈ സൈഡിലുണ്ട്. ആ ലാസ്റ്റ് അവിടെ ഇട്ടൊരു മലയുണ്ട്. അതിപ്പം മേഘങ്ങൾ കൊണ്ട് കാണാതെ മൊത്തം മറിഞ്ഞിട്ടേ കാണാതെ പോയിരിക്കട്ടോ. നമ്മളെ കാട്ടുചേമ്പൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. കാട്ടുചേമ്പ്. ഇവിടെ കുറച്ച് ദേശാടന കിളികളുണ്ട്. കിളികളെ കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാർ ഇതാ പോകുന്നു, ഇതൊക്കെ പറന്നു പോകുന്നുണ്ട് കേട്ടോ. അതെല്ലാം പറയാം. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ. പലതരത്തിലുള്ള സൗണ്ടുകളും കേൾക്കാം. പക്ഷികളായാലും മയിലുകളായാലും നായക്കളുടെ കുരകളും എല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് നടക്കാം. നമ്മൾ നമ്മുടെ റോഡിലേക്ക് കയറാൻ പോകും കേട്ടോ. ഇതാ കുറേ കുട്ടികളൊക്കെ ഉണ്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗേറ്റ്. വണ്ടികളൊന്നും ഇത് കൂടെ കയറില്ല. പണ്ടത്തെ പടി ഗേറ്റാണ്, നമ്മുടെ കരിങ്കല്ലൂടുള്ള പടിയില്ലേ, അതിൻ്റെ ഗേറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറിപ്പോവാം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കുളവും നമ്മുടെ അതെല്ലാം കാണിച്ചു തരാം. കുളവും കുറച്ച് പരിസരങ്ങളും കാണിച്ചു തരാം. നമ്മളെ യാത്ര കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരിക കേട്ടോ, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കുളമുണ്ട് കാണിച്ചത്. അപ്പോൾ നമുക്ക് നല്ല വാഴക്കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ കുളം കാണാം. ഇതാട്ടോ കുളം. ഇനി കുളത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ. മയിലിൻ്റെ കരച്ചിൽ നിങ്ങൾക്ക് അടുത്തേക്കായിട്ട് കേൾക്കുന്നുണ്ടാവും. ജസ്റ്റ് ഇതാ കണ്ടോളൂ. ഒരു ചെറിയൊരു ഈടുവഴി പോലെയൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അധികം നമ്മൾ ഇവിടെ ഒരു നമ്മുടെ നാഗത്തിൻ്റെയൊക്കെ ഒരു പാമ്പുകളുടെ ചെറിയൊരു കാവ് പോലെ സംഭവം കേട്ടോ. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കുളം കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ കുറച്ച് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൃഷികളെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചെറുതായിട്ടുള്ള കൃഷികൾ. ഇതാട്ടോ കുളം. കുളപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് പോലെ ഇരിക്കുകയാണ്. മുകളിലോട്ട് പോയി നല്ല ആമയും പിന്നെന്താ പാമ്പും എല്ലാം നിറഞ്ഞൊരു സംഭവം കേട്ടോ. ഇവിടെ ഒരു പനയുണ്ട് തൊട്ടടുത്ത്. ഇതാ കാണുന്നൊരു പന. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം പെട്ടെന്ന് തീർക്കുകയല്ല, ടൈം ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങളാ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു ഡെസ്റ്റിനേഷൻ കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.